ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10 നോസ് ചുമന്നുള്ളി, പിന്നെ ഒരു പച്ചമുളക്. ചുമന്നുള്ളി 10 മതി. പച്ചമുളക് ഒരു പഴുത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വെളുത്തുള്ളി, ഒരു കൂടെ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുമുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ടാണ് എടുക്കാറ്. ഒരു കൂടെ വെളുത്തുള്ളിയും പിന്നെ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കാണും ഇത്. ഞാൻ വെളുത്തുള്ളിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോട് പൊളിച്ചിട്ടില്ല, തലയും വലയും കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ആണെന്നുണ്ടെങ്കിലും ഞാൻ ചിരണ്ടി കളയാറില്ല, നല്ലപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏലക്ക, പട്ട, ഗ്രാമ്പുവാണ്. അതിനകത്ത് ഗ്രാമ്പു ഞാൻ ഒരു 4 എണ്ണമാണ് ഗ്രാമ്പു എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഏലക്കയാണ്, ഏലക്ക 4 എണ്ണം. പിന്നെ പട്ട ഒരു ചെറിയ കഷ്ണം പട്ട ഞാൻ ഒടിച്ച് പീസാക്കി ഇട്ടിരിക്കുവാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നാണ്. ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് നേരത്തെ കാണിച്ചതുപോലെ ഞാൻ പട്ട, ഏലക്ക, ഗ്രാമ്പു ഇടുവാണ്. എന്നിട്ട് അത് നല്ലപോലെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂത്ത് വരണം. അങ്ങനെ സ്പൈസസ് നന്നായിട്ട് നമുക്കിവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 10 എണ്ണം ചുമന്നുള്ളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ചുമന്നുള്ളി ഞാൻ നീളത്തിനാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവും വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗണായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ നമുക്ക് അതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാൻ എപ്പോഴും സവാള കനം കുറച്ച് നീളത്തിലാണ് അരിയാറ്. നമുക്കത് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മസാല ചേർക്കാം, മസാലപ്പൊടി ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ മസാലകളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുന്ന കൂട്ടത്തിൽ ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണത്. പിന്നെ എനിക്കിവിടെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാത്തതാണ്. തക്കാളിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി നല്ലതാവും. അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മട്ടൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ കുക്കർ അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മട്ടനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതേ സമയത്ത് നമ്മൾ ഉപ്പ് പാകമാണോ എന്ന് നമ്മൾ നോക്കണം. കാരണം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻഗ്രീഡിയൻസ് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് പാകമാണ് നോക്കിയതിന് ശേഷം പോരെങ്കിൽ മാത്രം 1/2 സ്പൂണും കൂടി ഉപ്പിടാം. 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മറ്റത് 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള വെള്ളം എന്ന് പറയുന്നത് മട്ടനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. കാരണം നേരത്തെ ഉപ്പിട്ടപ്പോൾ നമ്മൾ വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തതുകൊണ്ട് ഉപ്പിച്ചിരി പോരായ്മ വന്നതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയത്തില്ല, എല്ലാവർക്കും
പല തരത്തിലുള്ള അളവായിരിക്കും ഉപ്പിന്. ചിലർക്ക് കുറച്ചിട്ടാൽ മതി, ചിലർക്ക് കൂടുതലിടണം. അതുകൊണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഫുള്ളിലിട്ട്, ഞാനിപ്പോൾ സിമ്മിലാണ് ഇത്ര നേരം ഇട്ടിരുന്നത്. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്. ഫുള്ളിലിട്ടിട്ട് ഒരു വിസിലടിക്കാം. അതിന് ശേഷം വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുക്കാം. ഞാൻ 2 വിസിലാണ് മട്ടൻ വേവിക്കുന്നത്. ഞാൻ പകുതി മട്ടൻ വേവിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കിഴങ്ങ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യും, അതുകൊണ്ടിട്ടാണ്. അങ്ങനെ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടിരിക്കുകയാണ്. കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടല്ല, ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒരു വിസിൽ ഫുള്ളിലും ഒരു വിസിൽ ഞാൻ സിമ്മിലും ഇട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കിഴങ്ങ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് 3 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കിഴങ്ങ് ഞാനിതുപോലെ അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം അത് കിഴങ്ങിന് കറ പറ്റാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന 80% വെന്ത് വെച്ചിരിക്കുന്ന മട്ടണിലോട്ട് നമുക്ക് ഈ കിഴങ്ങ് ആഡ് ചെയ്തിട്ട് ഒരു വിസിലും കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ ഒരു വിസിൽ അടിക്കാൻ പോകുന്നത് ഞാൻ ഫുള്ളിലിട്ടുകൊണ്ടാണ്. കാരണം കിഴങ്ങിന് അത്ര വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കിഴങ്ങ് ഞാൻ ഒരു വിസിൽ വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ ഓഫ് ചെയ്തു. കാരണം കിഴങ്ങിന് അധികം വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം എല്ലാവരും എൻ്റെ ഈ ഒരു മട്ടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.